ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. ഇന്നത്തെ വാർത്താ പകലിൽ വന്ന ഏറ്റവും വലിയ വാർത്ത ആശുപത്രി സംരക്ഷിക്കാനുള്ള ഓർഡിനൻസ് മന്ത്രിസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറച്ചധികം കാലമായി നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യം ഡോക്ടർ വന്ദനാദാസിൻ്റെ രക്തസാക്ഷിത്വത്തോടെ യാഥാർത്ഥ്യമായി എന്ന് വേണം കരുതാൻ. അതുമാത്രമല്ല, കുറേ അധികം കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താനുണ്ട്. നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ വരാൻ പോകുന്നത്. ഉള്ളടക്കം: ആശുപത്രി ആക്രമിച്ചാൽ 7 കൊല്ലം തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. കുറഞ്ഞ തടവ് 6 മാസം. ഡോക്ടേഴ്സിനും നഴ്സസിനും പുറമെ ശുചീകരണ തൊഴിലാളികൾ വരെ നിയമപരിരക്ഷയിൽ വരും. ആശുപത്രിക്ക് പുറത്ത് ആക്രമിച്ചാലും ശിക്ഷിക്കാൻ ചട്ടം. 24 സ്പെഷ്യൽ. ഉപജീവനം മുടങ്ങി താനൂരിലെ രക്ഷകർ. മുന്നോട്ടുള്ള വഴി അറിയാതെ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾ. പലർക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് മാസങ്ങളുടെ വിശ്രമം. കാട് കയറി നശിച്ച് വാഗമൺ ടൂറിസം കോംപ്ലക്സ്. നിർമ്മാണത്തിന് മുടക്കിയത് 2.25 കോടി രൂപ. പണി പൂർത്തിയായിട്ട് 11 കൊല്ലം. തുറക്കാത്തത് വെള്ളമില്ലാത്ത കുടത വിചിത്രവാദവുമായി വിനോദസഞ്ചാര വകുപ്പ്. 230 കോടി രൂപ തട്ടിയ കേസിലെ ഗൂഢാലോചനക്കാരെ സ്വൈരവികാരത്തിന് വിട്ട ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരം BSNL സഹകരണ സംഘം തട്ടിപ്പിൽ അന്വേഷണം മരവിച്ചു. 8 മാസമായിട്ടും കൂട്ടുപ്രതികളെ പിടികൂടിയിട്ടില്ല. എന്ന് പണം തിരികെ കിട്ടുമെന്നറിയാതെ നിക്ഷേപകർ നട്ടം തിരിയുന്നു. ജനനി ജന്മരക്ഷാ പദ്ധതിയിലെ സഹായത്തിനായി അലഞ്ഞ ഗർഭിണികൾ. ആദിവാസി യുവതികൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്തത് 1 മാസം 2000 രൂപ. ആശുപത്രിയിൽ പോകാൻ പോലും ഇപ്പോൾ അവർക്ക് മാർഗമില്ല. ഫണ്ടില്ലെന്ന് കൈമറത്തി ഉദ്യോഗസ്ഥർ. ആഗോള മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന 24 കണക്ട് പ്രയാണം തുടരുകയാണ്. ജനകീയ സദസ്സ് അല്പസമയത്തിനകം കൊല്ലം ഭരണിക്കാവിൽ ആരംഭിക്കും. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ജനങ്ങളുടെ പ്രതികരണമാണ് ഈ പരിപാടിയുടെ ജീവൻ. നിങ്ങളുടെ പ്രതികരണത്തിൻ്റെ ആത്മാവിലൂടെയുള്ള ഒരു യാത്രയാണ് അടുത്ത 1 മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൃശ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയാൽ നമുക്ക് വാട്സാപ്പ് വഴി അയച്ചു തരാം. അതിനുള്ള വാട്സാപ്പ് നമ്പറാണ് 6235968630. അതുപോലെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾ നേരിട്ട് വിളിക്കാം. 048428300510 048428305110. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ PCR നമ്പറാണിത്. PCR നിങ്ങൾക്ക് വിളിച്ചാൽ ഈ പരിപാടിക്കിടയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഈ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമാകണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തെ അടിയന്തരമായി അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നമായാലും നിങ്ങൾക്ക് വിളിക്കാം. അതേപോലെ 24news.com ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സന്ദേശങ്ങൾ അവിടെ കുറിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഇട്ടാൽ ആ സന്ദേശങ്ങളുടെ ആത്മാവിലൂടെ ഞാൻ സഞ്ചരിക്കുകയും കടന്നു പോവുകയും പ്രക്ഷേപണയോഗ്യമായത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങളും വിളികളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത 1 മണിക്കൂറിൽ നമ്മൾ പൊളിക്കും. ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? അപ്പം ഞാനും റെഡി. നമ്മൾ എപ്പോഴേ റെഡിയാകുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കർണാടകത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്നത്തെ പകലിലും ഏറ്റവും വലിയ പ്രശ്നമായത് കർണാടകത്തിലെ ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒരേപോലെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. ഈ ശരിക്കും കർണാടകത്തിലെ രാഷ്ട്രീയം കണ്ടു നിൽക്കുന്നവർ ശരിക്കും കഴുതയാകുമെന്നാണ് ആൾക്കാർ പറയുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. വൈകുന്നേരമായപ്പോൾ എല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ വരും തീരുമാനം എന്ന് ആവർത്തിക്കുന്നതല്ലാതെ ഒരാൾക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണ് DK, അതായത് കർണാടകക്കാരുടെ DK ശിവകുമാർ. സിദ്ധരാമയ്യെ പാലഭിഷേകം വരെ നടത്തി അവരോധിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുയായികൾ. പക്ഷേ വഞ്ചി ഇപ്പോഴും തിന്നക്കര കിടക്കുക. വിവരങ്ങളുമായി ബംഗളൂരിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇപ്പോൾ ശ്രീകണ്ഠേരവ സ്റ്റേഡിയത്തിൽ നിന്ന് എല്ലാം പൊളിച്ചോണ്ട് പോയി എന്ന് കേട്ടു. മാത്രമല്ല, ഇതൊന്നും അറിയാതെയാണോ ഇതെല്ലാം കൊണ്ട് അവിടെ പൊക്കാൻ തുടങ്ങിയത്? എന്താണ് വിവരം? കൃത്യമായ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ സിദ്ധരാമയ്യയുടെ അനുയായികൾ വീടിന് മുന്നിൽ വലിയ ആഘോഷമായിരുന്നു തീർത്തിരുന്നത്. പാലഭിഷേകം നടത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, മധുര വിതരണം നടത്തുന്നു. അങ്ങനെ ആഘോഷം കൊണ്ട് അവർക്ക് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. സന്തോഷം കൊണ്ട് അത്ര വലിയ വിപുലമായ ആഘോഷമായിരുന്നു നടന്നത്. ശേഷം സർക്കാർ ഉദ്യോഗസ്ഥർ
സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വലിയ തോതിൽ ഒരുക്കങ്ങളും നടത്തി. പക്ഷേ ആ ഒരുക്കങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം. ദേ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നേരത്തെ കൊണ്ടുവന്ന് സ്ഥാപിച്ച നൂറുകണക്കിന് ബാരിക്കേഡുകൾ ഇത് സ്റ്റേഡിയത്തിനകത്തുമുണ്ട്, സ്റ്റേഡിയത്തിന് പുറത്തുമുണ്ട്. ആ ബാരിക്കേഡുകളെല്ലാം തന്നെ ഒന്നൊന്നായി ഇപ്പോൾ പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലെ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അവിടെ ഇതെല്ലാം കൊണ്ട് വയ്ക്കാൻ തീരുമാനിച്ച് അലക്കി പൊളിക്കുന്നതിനിടയിലാണ് ആരോ സന്ദേശം കൊടുത്ത് വേഗം വലിച്ചു ഊരിക്കൊണ്ട് പോയിക്കോളാൻ. അപ്പോൾ അങ്ങനെ ഊരിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീകാന്തിനെ തുടരാം. അതെ, ഈ കാണുന്ന ഈ ബാരിക്കേഡുകൾ എല്ലാം തന്നെ ഇങ്ങനെ SKN ഓരോന്നോരോന്നായി പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടി ഇവർ തന്നെയാണ് ഇത് ചുമന്ന് ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറ്റുകയും ഇവിടെ ഇത് ബാരിക്കേഡുകൾ നിരത്തുകയും ചെയ്തത്. ഇവർ ഇവിടെ സ്റ്റേജ് ഒരുക്കിയിരുന്നു, അതിൽ പരവതാനി വിരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മുഴുവൻ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു, സൗണ്ട് സിസ്റ്റം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതിന് ശേഷമാണ് പെട്ടെന്ന് വൈകുന്നേരമായപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഈ നടപടികളെല്ലാം നിർത്തിവെക്കാൻ പെട്ടെന്നാണ് ഈ നടപടികൾ, ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തീയതികൾ മാറ്റി എന്നറിയുന്നത്. പ്രഖ്യാപനമൊന്നും തന്നെ വന്നിട്ടില്ല എന്നറിയുന്നത്. തുടർന്ന് ഈ പൊളിച്ച് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ദേ ഈ കാണുന്ന കാഴ്ചയാണ്. കർണാടകയിൽ ഒരു സിനിമയെ, ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെ തോൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഉച്ചയായപ്പോൾ പറയുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങിക്കോളൂ, നിങ്ങളുടെ മുഖ്യമന്ത്രി റെഡിയാണെന്ന്. വൈകുന്നേരമായപ്പോൾ പറയുന്നു പ്രതിജ്ഞയ്ക്ക് വേണ്ടി വേദി ഒരുക്കിക്കോളൂ എന്ന്. കുറച്ചുകൂടി കഴിയുമ്പോൾ പറയുന്നു നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആയിട്ടില്ല, ഇതുവരെ ഒരുക്കിയതെല്ലാം പൊളിച്ചോളൂ എന്ന്. അങ്ങനെ ഇപ്പോൾ പൊളിച്ചു മാറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് നാളെയെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് എവിടെ വെച്ചാകും എന്നറിയില്ല. ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെയാണ് സത്യപ്രതിജ്ഞയെങ്കിൽ ഈ പൊളിച്ചു നീക്കുന്ന സാധനങ്ങൾ വീണ്ടും ഇവിടേക്ക് തന്നെ എത്തുകയും ചെയ്യും. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അതാണ് നിലവിലിപ്പോൾ കർണാടകയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരാകും CM എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. ശ്രീകാന്ത്, ഇതുവരെ സിദ്ധരാമയ്ക്ക് എന്തു വന്നാലും ആദ്യത്തെ 2-2.5 വർഷം കിട്ടുമെന്ന രീതിയിൽ ഒരു ധാരണ പരന്നിരുന്നു. ഇപ്പോൾ ആ ധാരണയാണോ കടപുഴകി വീണത്? കാരണം DK ശിവകുമാർ പറയുന്നു ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല, തീരുമാനമാകുമ്പോൾ അറിയിക്കുക, ഇപ്പോൾ പ്രചരിക്കുന്നതൊക്കെ പച്ച നുണകളാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ? അനുയായികളൊക്കെ പിൻവാങ്ങിയോ സിദ്ധരാമയ്യയുടെ? വൈകുന്നേരമായപ്പോഴേക്കും ഈ നാസിക് ഡോളൊക്കെ കൊട്ടിയായിരുന്നു, ഫ്ലെക്സ് ബോർഡുകളും ഒക്കെയായിട്ട് അവർ വലിയ ആഘോഷത്തിലുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സന്ദേശം വരുന്നു ഇതെല്ലാം നിർത്തിക്കോളാൻ. അങ്ങനെ നിരാശരായി നാസിക് ഡോളുകളെല്ലാം തന്നെ തിരികെ അയച്ച് ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ ഒരു മൂലയ്ക്കൊതുക്കി. അണികളെല്ലാവരും തന്നെ പിരിഞ്ഞുപോയി, നേതാക്കൾ പിരിഞ്ഞുപോയി. അതായത് പൂരമൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ, പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി സിദ്ധരാമയ്യയുടെ വീട്. അതുവരെ വലിയ ആഘോഷമായിരുന്നു നടന്നിരുന്നത്. DK ശിവകുമാറിന്റെ ക്യാമ്പ് വലിയ നിരാശയിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടു കൂട്ടരും തുല്യ ദുഃഖിതരാണ്. ആരാകും മുഖ്യമന്ത്രി എന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. സിദ്ധരാമയ്യയ്ക്ക് 2 വർഷം നൽകും എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് അംഗീകരിക്കപ്പെടുന്നില്ല. DK ശിവകുമാറിന് 3 വർഷം നൽകാമെന്ന് പറയുന്നു. തനിക്ക് താല്പര്യമില്ല, അങ്ങനെയെങ്കിൽ താൻ MLA ആയി തുടർന്നോളാമെന്ന് DK പറയുന്നു. SKN ഈ പൊളിറ്റിക്കൽ ത്രില്ലർ നീണ്ടുപോകാനാണ് സാധ്യത. ഇന്ന് എന്തായാലും ഒരു തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വരേണ്ടിയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ വരേണ്ടതായിരുന്നു. ഒരുപക്ഷെ നാളെ അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ കണ്ട കാഴ്ച വളരെ രസകരമായ കാഴ്ചയായി തന്നെ തോന്നി. വലിയ തോതിൽ ആഡംബരത്തോടെ ഒരുങ്ങുന്നു, അവസാനം അത് ചീറ്റിപ്പോകുന്ന കാഴ്ച, സത്യപ്രതിജ്ഞ ഇല്ല എന്നറിയുന്ന കാഴ്ച, കൊണ്ടുവന്ന അതേ സാധനങ്ങൾ കൊണ്ടുവന്നവർ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച, അത് കാണേണ്ടി വന്നു കർണാടകത്തിൽ. ആരാകും മുഖ്യമന്ത്രി എന്ന് 5-ാം ദിവസവും മനസ്സിലാകാത്ത ഒരു സാഹചര്യം. വീണ്ടും ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. കർണാടകം തന്നെയാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ബംഗളൂരു കണ്ഠീരവ സ്റ്റേഡിയത്തിൽ നിന്നാണ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേർന്ന. ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ബംഗളൂരിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. ഒരുപാട് ഇതേപോലെയുള്ള പൊതുപരിപാടികൾ നടക്കുന്ന സ്റ്റേഡിയം തന്നെയാണ്. അവിടെയാണ് സാധന സാമഗ്രികളെല്ലാം കൊണ്ടുവച്ച് വലിയ ആർഭാടമായി നാളെ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിൻ്റെ പിന്നാലെ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ക്ലൈമാക്സ് പോലെ ഒരുക്കങ്ങളെല്ലാം മടക്കി കെട്ടി തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. ഇത് ഏതൊരു പ്രേക്ഷകൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, യുവന്മാർ നാണം കെടുത്തു എന്നുള്ളത്. കാരണം ജനങ്ങൾ ഇത്രയും വോട്ടും ഭൂരിപക്ഷമൊക്കെ നൽകി വിജയിപ്പിച്ച് 135-136 പേരെ കൊടുത്തതിന് ശേഷം വീണ്ടും അപകടത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിന് അത് നാണക്കേടായിരിക്കും.
ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. ഒടുവിൽ പുതിയ ആശുപത്രി ഓർഡിനൻസിന് മന്ത്രിസഭ അനുമതി കൊടുത്തു. 2012 നിയമം ഭേദഗതി ചെയ്ത് കർശന വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടേഴ്സിൻ്റെയും നഴ്സിൻ്റെയും മാത്രമല്ല ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. ഇവരെ ആരെ ആക്രമിച്ചാലും കടുത്ത ശിക്ഷ ലഭിക്കും. പ്രത്യേക കോടതികളിൽ ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുമെന്ന് വരെ ഓർഡിനൻസ് ഉണ്ട്. 2012 ആശുപത്രി സംരക്ഷണ നിയമം കർക്കശമായി നടപ്പിലാക്കണമെന്നത് ആരോഗ്യ പ്രവർത്തകരുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടതോടെ സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നു. ഒരാഴ്ച കൊണ്ട് ഭേദഗതികളോടെ ഓർഡിനൻസ്. ഇന്നിതാ മന്ത്രിസഭയുടെ അംഗീകാരം. ആശുപത്രി സംരക്ഷണ നിയമമെന്ന് വിളിക്കുമെങ്കിലും യഥാർത്ഥ പേര് 2012 കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളും നിയമമെന്നാണ്. ആരോഗ്യ പ്രവർത്തകർ എന്ന നിർവചനത്തിൽ കൂടുതൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസിന് ഇന്ന് മന്ത്രിസഭ അനുമതി നൽകിയത്. ഈ ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിൽ എന്തൊക്കെ പരിരക്ഷയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിക്കുക എന്നുകൂടി പരിശോധിക്കാം. ആശുപത്രി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തതോടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് നിയമത്തിന്റെ പരിധിയിൽ വരിക. ഡോക്ടറെ ആക്രമിക്കൽ, ആശുപത്രി ആക്രമിക്കൽ, ജീവനക്കാരെ ആക്രമിക്കൽ. 2012 നിയമത്തിൽ ആശുപത്രി ആക്രമിക്കലും ഡോക്ടറെ ആക്രമിക്കലും പരിധിയിലുണ്ടായിരുന്നെങ്കിലും കാര്യമായി ആരും ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. പരിഷ്കരിച്ച നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡോക്ടർമാർക്ക് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികളെയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി എന്നതാണ്. ഇത് ഒരു പടി കൂടി കടന്ന് മിനിസ്റ്റീരിയൽ ജീവനക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇത് നിർദ്ദേശമായി നൽകുകയും ചെയ്തിരുന്നതാണ്. മാത്രമല്ല, ഹൈക്കോടതി നിർദ്ദേശം കൂടി വന്നതോടെയാണ് ഇക്കാര്യം നിയമത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. കുറ്റം തെളിഞ്ഞാൽ 6 മാസം മുതൽ 7 വർഷം വരെയാണ് പരമാവധി ശിക്ഷ. ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് 10 വർഷം വരെ തടവ് വേണമെന്നതായിരുന്നു ഡോക്ടർമാരുടെ ആവശ്യം. എന്നാൽ പകർച്ചവ്യാധി ചട്ടലംഘനത്തിനുള്ള 7 വർഷത്തെ തടവ് ഇവിടെയും ബാധകമാക്കുകയായിരുന്നു. ആരോഗ്യ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തിന്റെ 6 ഇരട്ടി പിഴ ഈടാക്കാനാണ് പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആക്രമിച്ചാൽ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കും. ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ് പിഴ. ആക്രമണം മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകരെ അസഭ്യം പറഞ്ഞാലും അത് നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ വിചാരണയ്ക്ക് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കും. ഓരോ ജില്ലയിലും ഇതിനായി പ്രത്യേക കോടതി വിജ്ഞാപനം ചെയ്യും. അന്വേഷണത്തിന് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെയാകും നിയോഗിക്കുക. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. 1 വർഷത്തിനുള്ളിൽ വിചാരണയും പൂർത്തിയാക്കണം. ആവശ്യമെങ്കിൽ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പരിഷ്കരിച്ച ഓർഡിനൻസിനെ ഡോക്ടർമാരുടെ സംഘടനകൾ സ്വാഗതം ചെയ്യുമ്പോഴും അവർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ പാലിക്കപ്പെടാത്ത ചിലതുണ്ട്. അതിലേറ്റവും പ്രധാനം ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നതാണ്. ഇത്തരം ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ നടപടി ഉണ്ടാകുമെന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം തടയാൻ 2012 തന്നെ നിയമമുണ്ടായിരിക്കെ ഒരാൾ പോലും കാര്യമായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ അവസ്ഥ ഈ പരിഷ്കരിച്ച നിയമത്തിലും ഉണ്ടാകരുതെന്നും പൊതുജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്കും നമുക്കുമൊക്കെ അറിയുന്നത് പോലെ നിയമമില്ലാത്തത് കൊണ്ടല്ല അക്രമം ഉണ്ടാകുന്നത്. 2012 പാസ്സാക്കിയ ഒരു നിയമം ഉണ്ടായിട്ടും അത് കാര്യമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടതുമില്ല. ഇതാണ് ഡോക്ടേഴ്സിൻ്റെ സംഘടനകൾ ഇപ്പോഴും പറയുന്നത്. നിയമം നടപ്പാക്കാനാണ് സംവിധാനങ്ങൾ കഠിനമായ പ്രയത്നം ചെയ്യേണ്ടത് എന്നവർക്ക് അഭിപ്രായമുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഞങ്ങളും ഒരു വറീഡാണ്. കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ പിന്നെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. എറണാകുളം മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവം തന്നെ വീണ്ടും അതേ ഒരു രീതിയിലുള്ള പ്രവർത്തനം വന്നത്. സ്വാഭാവികമായിട്ടും ആക്ച്വലി നല്ല പേടിയുണ്ട്. മെഡിക്കൽ ഫീൽഡ് സെലക്ട് ചെയ്തെടുത്തതാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നല്ല പേടിയുണ്ട്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് തോന്നുന്നു, ജർമ്മനി, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഓർഡിനൻസിന് കൊടുക്കുന്ന ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഒരു തീരുമാനം എടുക്കണം, നല്ലതാണ്, അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഉള്ളവർക്കും. ഞങ്ങൾ ഓരോരുത്തരും ഇപ്പം അന്ന് സമരം ചെയ്തെങ്കിലും പ്രത്യേകിച്ചൊരു നടപടി ഉണ്ടായി കണ്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ആക്ട് വന്നെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ 7 വർഷം തടവാക്കിയെന്ന് കേട്ടു. അതൊരു നല്ല തീരുമാനമായി. പക്ഷെ അതിൽ ഒതുക്കരുതെന്നൊരു അഭിപ്രായമുണ്ട്. എല്ലാവർക്കും ഗുണം ചെയ്യുമെങ്കിൽ നല്ലതാണ്. അതല്ല, ഇനിയിപ്പോൾ അത് ഇറക്കിയിട്ട് അത് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അത്ര ഗുണം ഉണ്ടാവത്തില്ല.
നല്ലതായിട്ട് കാണുന്നു. അത് നടപ്പിലാക്കുകയാണെങ്കിൽ കുറേ ആക്രമണം ഒഴിവാക്കാനും തടയാനും ഒരുപാട് ഇനിയുള്ള വന്ദനന്മാരെ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു പ്രശ്നം വന്നാൽ തന്നെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ വേറൊരു പ്രശ്നം വീണ്ടും വരുന്നു. ഇത് പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഗവൺമെൻറ് എത്രത്തോളം ഫോളോ ചെയ്യുമെന്ന് കണ്ടറിയണം. 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തം കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടു. ഇപ്പോഴും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗമുണ്ട് അവിടെ. അന്ന് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഇറങ്ങിയ പാവം തൊഴിലാളികൾ പലരും പരിക്കേറ്റ് ഉപജീവനം വരെ മുടങ്ങിയ നിലയിലാണിപ്പോൾ. കഷ്ടമാണ് അവരുടെ കാര്യം. പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ ഓഫീസിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുറിവേറ്റ് വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ഓരോ ദിവസവും ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ല എന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 22 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിനിടയാക്കിയ ഈ അറ്റ്ലാന്റിക് എന്ന ബോട്ട് അപകടത്തിൽപ്പെടുമ്പോൾ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത് മത്സ്യത്തൊഴിലാളികളായിരുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ഇത് മത്സ്യത്തൊഴിലാളി താനൂർ സ്വദേശി ചിന്നൻ സമീർ. ബോട്ട് അപകടത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തി. സമീറിന്റെ കാലിനാണ് പരിക്ക്. പൂർവ്വസ്ഥിതിയിലാവണമെങ്കിൽ 2 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ ദൈനംദിന ചെലവുകൾക്കായി പ്രയാസം അനുഭവിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിക്ക് പറ്റിയവരൊക്കെ ഇന്ന് വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കിപ്പോൾ ഒരു 8 ദിവസമായി. ഇതുവരെ ആ പരിക്ക് പറ്റിയവരെ കുറിച്ച് ആരും ഇതുവരെ അന്വേഷിച്ച് വരികയോ എന്താണ് അവരുടെ അവസ്ഥ എന്ന് പോലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചികിത്സ വരെ സൗജന്യമാണെന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് കണ്ടത്. ആ നിർദ്ദേശങ്ങളൊന്നും ഹോസ്പിറ്റലുകളിൽ എത്തിയതുപോലെ തോന്നുന്നില്ല. അങ്ങനെ എത്തിയതാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലുകാരും അങ്ങനെ ചോദിക്കാൻ പോയി വരാനില്ല. സമീറിനെ പോലെ 12ഓളം പേർക്ക് പരുക്കുണ്ടെന്ന് സമീർ പറഞ്ഞു. എല്ലാവരുടെയും അവസ്ഥ സമാനം തന്നെ. ഇത് താനൂർ തോഹ ബീച്ച് സ്വദേശി അബ്ദുറഹ്മാന് കൈക്കാണ് പരുക്കേറ്റിരിക്കുന്നത്. സമീറിനാകട്ടെ കാലിനും. പലർക്കും പലവിധ സ്ഥലങ്ങളിലാണ് പരുക്ക്. പല പരുക്കുകളും സാരമുള്ളതാണ്. രക്ഷാപ്രവർത്തനം നടന്ന അന്നു രാത്രി തന്നെ ശസ്ത്രക്രിയ അടക്കം റഹ്മാന്റെ കൈക്ക് വേണ്ടി വന്നു. കൈ ഞരമ്പ് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അന്ന് സർജറി അന്ന് രാത്രി തന്നെ സർജറി കഴിഞ്ഞതാണ് അവിടുന്ന്. കൈക്ക് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബ്ലഡ് വരണ കണ്ടപ്പോൾ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ബ്ലഡ് വരണ കണ്ടപ്പോൾ അങ്ങനെ അവിടുന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോയി നേരെ. ഡോക്ടർ നിർദ്ദേശിച്ച വിശ്രമവും കഴിഞ്ഞ് ഇനി എന്നാണ് ജോലിക്ക് പോവാൻ കഴിയുക എന്നാണ് റഹ്മാൻ ആലോചിക്കുന്നത്. താനൂർ ചാപ്പപ്പടി സ്വദേശികളായ ജിഹാദിനും അസ്ലുവിനും കൈക്ക് പരുക്കുണ്ട്. റോപ്പ് കെട്ടി കാര്യമൊക്കെ അടുപ്പിക്കാനുള്ള ഇതിലായിരുന്നു നമ്മൾ കുറച്ച് സുഹൃത്തുക്കളും ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തീരുമാനിച്ചത്. നേരെ റോപ്പായിരുന്നു. അപ്പോൾ അത് പൊട്ടി കൈമ കടിച്ച് എല്ല് പൊട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോയി കെട്ടിയതായിരുന്നു. പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം കെട്ടാൻ പറഞ്ഞു. ഇന്ന് പോയി കിട്ടി. ആ തുടക്കത്തിൽ സംഭവിച്ചതാണ്. പിന്നെ തരിപ്പായിരുന്നു അടിപിടിഞ്ഞപ്പോൾ. അത് പിന്നെ 12 മണിയായപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. പരുക്കേറ്റവരുടെ പട്ടിക നീളുകയാണ്. പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അറിയിച്ചു. മരിച്ച 22 പേരുടെയും അനന്തരാവകാശികൾക്ക് 10 ലക്ഷം വീതവും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ്, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി 25 ലക്ഷവും പരുക്കേറ്റവരുടെ തുടർ ചികിത്സാ ചെലവ് വഹിക്കുവാനും സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തികമായി ഏറെ പിന്നിലാണ്. പക്ഷേ സ്നേഹം കൊണ്ടും മനുഷ്യത്വം കൊണ്ടും മുന്നിലാണ്. ജീവൻ രക്ഷിച്ചവരാണ്. ചേർത്ത് പിടിക്കണം. ഇവരെ ചേർത്ത് പിടിച്ചേ മതിയാകൂ. സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നതിൽ എന്തോ ഒരു വശപ്പശകുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോർഡിനേഷൻ ഇല്ലായ്മ. ചിലപ്പോൾ ഇതൊക്കെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ പണം എത്തേണ്ട കരങ്ങളിൽ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടും എന്ന് കരുതിയല്ല ഇവരാരും രക്ഷാപ്രവർത്തനത്തിന് താനൂരിൽ ഇറങ്ങിയത്. പക്ഷേ അതോടെ ഇവരുടെ ഉപജീവനം തടസ്സപ്പെട്ടു എന്ന് വരുമ്പോൾ അത് നാണക്കേടുള്ള കാര്യമല്ലേ? അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന് 24 കരുതുന്നു. ഇതുവരെയായിട്ടൊരു സഹായം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ വാഗ്ദാനം ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ. ആർക്കും ഇതുവരെയായിട്ട് ഒന്നും കിട്ടില്ല. എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്.
ഇതുവരെ ആരും ജോലിക്ക് പോകാനും ഒന്നിനും പറ്റിയിട്ടുമില്ല. ഇത് അന്നത്തെ ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഗവൺമെൻറ്റിനൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അന്ന് കുറച്ച് സ്ട്രിക്ചർ അതുണ്ടായിരുന്നു. പിന്നെ വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ട്. എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ ഒഴിവാക്കിയ അവസ്ഥയിൽ തന്നെ വീട്ടിലിരിക്കാൻ പരിക്ക് പറ്റിയിട്ട്. പക്ഷെ അവരെ എന്തെങ്കിലും അവർക്ക് വേണ്ട സഹായങ്ങൾ, പക്ഷെ അവരത് പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. പക്ഷേ ഇപ്പോൾ കുടുംബം പോറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ പരിക്ക് പറ്റി വീട്ടിലേക്ക് എടുക്കുന്നു. ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതികരണ വേദി തുടരുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. നാട്ടിലെ ടൂറിസം വികസനമൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്കൊന്ന് അറിയണമെങ്കിൽ വാഗമൺ അവിടെ വരെ ഒന്ന് പോകണം. പക്ഷേ എല്ലാ സ്ഥലവും വാഗമണാണ് എന്നല്ല പറയുന്നത്. 2.25 കോടി രൂപ മുടക്കി പണിത ഒരു ടൂറിസം കോംപ്ലക്സ് അവിടെ കാട് പിടിച്ച് കിടപ്പുണ്ട്. 11 കൊല്ലം മുമ്പ് പണി പൂർത്തിയാക്കിയെങ്കിലും ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല. വിനോദസഞ്ചാരികൾക്ക് മികച്ച താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2009 ടൂറിസം കോംപ്ലക്സിന് നിർമ്മാണം ആരംഭിച്ചത്. വാഗമൺ സൊസൈറ്റി കവലയിൽ 2012 അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതാണ്. ടൂറിസം കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 11 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് കാടുകയറി നശിക്കുകയാണ്. ജലലഭ്യതയില്ലാത്തതാണ് കോംപ്ലക്സ് പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ പ്രാദേശിക വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വാഗമൺ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലോ പഞ്ചായത്തോ വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനോ പരിഗണിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇവിടെ ടൂറിസ്റ്റ് സെൻ്റർ ആയതിനാൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് താമസിച്ച് പോകുന്നതാണ്. അവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ പോലും സൗകര്യമില്ലാത്തപ്പം ടൂറിസം വകുപ്പ് ഈ കെട്ടിടം യാതൊരു വിധ ഉപയോഗിക്കാതെയും കിടന്ന് നശിച്ച് തീർന്നു കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. നിരവധി മുറികൾ, കോൺഫറൻസ് ഹാൾ, ബാർ ഹോട്ടലിന് സമാനമായ മറ്റു സൗകര്യങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് ടൂറിസം കോംപ്ലക്സ്. വാഗമണ്ണിലെത്തുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുക മാത്രമല്ല, ഇതുവഴി നല്ല വരുമാനവും ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ വാഗമണിൻ്റെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ടൂറിസമാണ്. ആ ടൂറിസത്തിലൂടെ നിരവധിയായ കുടുംബങ്ങളും യുവാക്കളും മറ്റും ജീവിത മാർഗം കണ്ടുവരുന്നു. അപ്പോൾ ഈ ടൂറിസം പദ്ധതി മുന്നോട്ട് പോകുന്നത് വാഗമണിന് ഏറെക്കുറെ ഗുണകരമാകുമെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാര്യമായി ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. മദ്യപന്മാർക്കും സാമൂഹ്യ വിരുദ്ധർക്കും സ്വൈര്യവിഹാരം നടത്താനുള്ള കേന്ദ്രമായി സർക്കാർ പണി കഴിപ്പിച്ച ടൂറിസം കോംപ്ലക്സ് മാറിയിരിക്കുകയാണ്. അധികൃതർ ഇനിയെങ്കിലും ആവശ്യമായ നടപടിയെടുത്താൽ പൊതുജനങ്ങൾക്കു കൂടി ഇത് ഉപകാരപ്പെടും. ഇടുക്കിയിൽ നിന്നും അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ കേരള ടൂറിസം ഏറ്റവും വലിയ വിജയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. നമ്മുടെ സന്ദർശകരുടെ കാര്യത്തിൽ, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെയും ഫോറിൻ ടൂറിസ്റ്റുകളുടെയും കാര്യത്തിൽ ഒരു സർവ്വകാല റെക്കോർഡിലൂടെയാണ് കേരള ടൂറിസം ഇപ്പോൾ പോകുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ വാഗമണിൽ കണ്ടതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ ഒരു കോളർ ലൈനിലുണ്ട്. ഷാജിയാണ് നോർത്ത് പറവൂരിൽ നിന്ന്. ഷാജി, നമസ്കാരം. പറയൂ വിവരങ്ങൾ. ഹലോ സാറേ, നമ്മളെ ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനായിട്ട് ഇപ്പൊ 3 കൊല്ലത്തോളം. ഇപ്പൊ ഈ വർഷം പറഞ്ഞതിന് ശേഷം ഒരു പൈസ പോലും, പക്ഷെ ഇപ്പൊ 6-7 മാസം പെൻഷൻ കിട്ടാനുണ്ട്. നമുക്ക് ഈ പെൻഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓരോ മാസം മരുന്ന് മേടിക്കാൻ വരാൻ പറ്റുള്ളൂ. സർക്കാരോട് ചോദിക്കുമ്പോൾ നമ്മൾ ക്ഷേമനിധിയുടെ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ യൂണിയൻകാരെ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയണത് അത് അവരോട് പറയണത് അടുത്ത ആഴ്ച വരും എന്ന് പറയലല്ലാണ്ട് പൈസ ഒന്നും വന്നില്ല സാറേ. ഈ വർഷം വന്നതേ ഇല്ല. ഇല്ല, ഒന്നും ഈ വർഷം ഈ 2023 ശേഷം ഒരു പൈസ പോലും വന്നിട്ടില്ല സാറേ. ഓക്കെ, പല പെൻഷനും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നു എന്നാണ് കേട്ടത്. നമ്മുടെ ട്രഷറിയുടെ ആരോഗ്യക്കുറവാണ് പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാര്യം ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ഒന്ന് അന്വേഷിക്കും, എന്താണ് ഈ ക്ഷേമനിധി പെൻഷന് സംഭവിക്കുന്നതെന്ന കാര്യം. ഓക്കെ ഷാജി, വിളിച്ചത് വളരെ നന്ദി. താങ്ക്സ് ഫോർ കോളിംഗ്. മറ്റൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 230 കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തുവന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതായത് വഴി ക്യാമറ വയ്ക്കാൻ മൊത്തം നൽകാമെന്നേറ്റ തുകയേക്കാൾ വലിയ തട്ടിപ്പ് നടന്ന ഒരു സംഭവം. തിരുവനന്തപുരം BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിലെ തട്ടിപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മളൊക്കെ അത് സംപ്രേഷണം ചെയ്തതാണ്. ഇത് പുറത്തു വന്നിട്ട് ഇപ്പോൾ 8 മാസങ്ങൾ കടന്നുപോയി. ഗൂഢാലോചന നടത്തിയവർ ഇതുവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടില്ല. നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുന്നതിലും അവ്യക്തത തുടരുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പാണ് തിരുവനന്തപുരം BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിലേത്.
1200ഓളം നിക്ഷേപകരിൽ നിന്നായി തട്ടിയെടുത്തത് ഏതാണ്ട് 230ഓളം കോടി രൂപയാണ്. സർവീസിൽ നിന്ന് വിരമിച്ച് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് ഇവിടെ നിക്ഷേപം നടത്തിയവരിൽ കൂടുതലും. വീട്ടുജോലി ചെയ്തുണ്ടാക്കിയ ഒരു ആയുഷ്കാല സമ്പാദ്യം നഷ്ടപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. തിരുവനന്തപുരം BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ നിന്ന് മുൻ പ്രസിഡന്റ് AR ഗോപിനാഥൻ നായരും ക്ലർക്ക് AR രാജീവും ചേർന്ന് തട്ടിയെടുത്തത് 230 കോടി രൂപയാണ്. ഡിസംബറിൽ തുടങ്ങിയ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. നിരവധി മാസങ്ങൾക്ക് ശേഷം പ്രധാന പ്രതികളായ ഗോപിനാഥൻ നായരും രാജീവും രാജീവിന്റെ ബനാമി ഹരികുമാറും പോലീസ് പിടിയിലായി. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പിന്നീട് ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗോപിനാഥൻ നായരും രാജീവും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോടികൾ നിക്ഷേപിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. 110ഓളം ആസ്തികൾ സഹകരണ വകുപ്പ് കണ്ടുകെട്ടി. ഗോപിനാഥൻ നായരുടെ സഹോദരങ്ങളുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിൻ്റെയും വിറ്റഴിച്ചതിൻ്റെയും രേഖകൾ കണ്ടെടുത്തു. കൊട്ടാരക്കരയിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ സഹകരണ സംഘത്തിൻ്റെയും ഇവിടെ നിന്ന് തട്ടിയെടുത്ത പണം മറ്റുള്ളിടങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെയും തെളിവുകൾ ലഭിച്ചു. എന്നാൽ ഈ കേസിൽ കൂട്ടുപ്രതികളായവരെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കുടുംബം മുഴുവൻ ഇൻവോൾവ് ആണ്. കാരണം ഈ കുടുംബത്തിൽ പലരുടെയും പേരിൽ, അനിയന്മാരുടെ പേരിലും ഭാര്യയുടെ പേരിലും സഹോദരിമാരുടെ പേരിലൊക്കെ വസ്തു വാങ്ങിച്ചിട്ട് അതെല്ലാം ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ഈവന് കടകംപള്ളി വില്ലേജിൽ നമ്മുടെ പൂന്തി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് വാങ്ങിച്ചു. അത് പലപ്പോഴായിട്ട് കുറേയേറെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്പോസ് ചെയ്ത് തന്നെ ഭാര്യയുടെ പേരിലുള്ള കുറേ വസ്തുക്കൾ, അനിയന്മാരുടെ പേരിലുള്ള വസ്തുക്കൾ, ഇതെല്ലാം ഡിസ്പോസ് ചെയ്തിട്ടാണ് കുറേ. ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ വസ്തുവകൾ ഇവർ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൂഢാലോചന ഇവർ പങ്കുകളാണ്. തട്ടിയെടുത്ത പണം പ്രതികൾ മറ്റെവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. 8 മാസം കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് പണം എപ്പോൾ തിരികെ ലഭിക്കുമെന്ന് വ്യക്തമല്ല. ഈ സാഹചര്യത്തിൽ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് ഈ കേസിൽ നടപ്പാക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. കേരളത്തിലെ മുഴുവൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഈ മണി എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് മണിയാണ്. അപ്പോൾ അൺറെഗുലേറ്റഡ് മണി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതിലേക്ക് വരുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ നിയമ ഉപദേശങ്ങൾ അനുസരിച്ച്, നമ്മുടെ അക്വലന്മാരുടെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നു. ഏകദേശം 800-ലധികം ആൾക്കാർ അങ്ങനെ ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റേഷൻ ചീഫ് സെക്രട്ടറിക്ക്, കേരള ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാനെല്ലാം തയ്യാറാക്കി. ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിക്ഷേപകർ അറിയാതെ വ്യാജരേഖകൾ ഉപയോഗിച്ച് പണം തട്ടിയെടുത്തിട്ടുമുണ്ട്. BSNL ജീവനക്കാർക്കും വിരമിച്ചവർക്കും പുറമെ മറ്റുള്ളവരും ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ് ആസൂത്രിതമായിരുന്നു. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ ഒരു ഭാഗം മാത്രമേ ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി തുക പ്രതികൾ എങ്ങനെ വിനിയോഗിച്ചുവെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. 230 കോടി രൂപ വെട്ടിച്ചവരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? പോയപ്പോൾ ആർക്ക് പോയി എന്നല്ലാതെ മറ്റെന്തു പറയാൻ? ഇവരെയൊക്കെ വിശ്വസിച്ച് കാശ് നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഗതിയില്ലാതെ അലയുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. കയ്യിലൊന്നത് 60 രൂപ ഉണ്ടായിരുന്നു, 60,000 രൂപ. അതുകൊണ്ട് ബാങ്കിൽ ഇവിടെ കൊണ്ട് വിറ്റ് എനിക്ക് ക്യാൻസർ. പിന്നെ ഒന്നും നിവർത്തിയില്ല, മാപ്പിളയും ഇല്ല, മക്കളും ഇല്ല. വീട്ടു ജോലിക്ക് പോയി കുറച്ചായിട്ട് മക്കളെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് തന്നെ സാറേ. നമുക്ക് പഠിത്തമല്ല. ആ കൊറോണ സമയത്ത് പോലും ഈ പൈസ എടുക്കാതാണ് മോക്ക് പഠിത്തത്തിന് വേണ്ടി വേണം ആവശ്യത്തിന് വേണ്ടി ഇട്ടിരുന്നതാണ്. ഇപ്പം അതും ഇല്ലാതെ അങ്ങനെ എനിക്കാണ് സാറേ. இப்போ எனக்கு இவ்வளோ மொத்தம் 284 உண்டு, 2,84,000 ரூபா. எனக்கு இப்போ ஜோலி செய்யான்னு வையா, ஒன்றுன்னு வையா. എനിക്ക് എന്തെങ്കിലും ഞാൻ പൈസ കിട്ടിയാൽ മതി, ഞാൻ വയറ്റിലുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എമൗണ്ടുകളൊക്കെ നമ്മുടെ 10-30 കൊല്ലം അറിയാവുന്ന നമ്മുടെ സൊസൈറ്റി, അതിലെ പ്രവർത്തിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം ഞങ്ങളുടെ കൂടെ ഉള്ള കൊളീഗാർ, അവരിങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ വഞ്ചിക്കുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ ഓടി നടക്കും, ആരുമില്ല കൂടെ വരാൻ പോലും. അച്ഛനും വയ്യാണ്ട് കിടക്കുകയാണ്, അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ വരുന്നത് തന്നെ. വലിയ കഷ്ടമാണ് ഇവരുടെ കാര്യം. എന്തായാലും ഈ അഴിമതി കാണിച്ചവർ, ഇത്രയധികം കോടികൾ വെട്ടിച്ച ഈ പ്രതികളെ ഫ്രീ ആയിട്ട് തലസ്ഥാന നഗരിയിൽ നടക്കാൻ അനുവദിച്ചുകൂടാ. പൂജപ്പുരയുണ്ടല്ലോ അടുത്ത്. ഓക്കെ, നമുക്ക് ഒരു സുഹൃത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. പ്രസാദ് കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. പ്രസാദ്, പറയൂ, പ്രസാദിന്റെ പ്രശ്നം എന്താണ്? സാറേ, ഞാനൊരു കൈത്തറി തൊഴിലാളിയാണ്. ഞാൻ പോകുന്ന സ്ഥാപനത്തിൽ കൊല്ലം ജില്ലയിൽ എല്ലാം ഇതിന്റെ കൂലി കിട്ടിയിട്ട് 5 മാസമായി. അയ്യോ, നെയ്ത്ത് തൊഴിലാളിയുടെ കൂലി കിട്ടിയിട്ട് 5 മാസമായി. നെയ്ത്ത് തൊഴിലാളിയുടെ കൂലി കിട്ടിയിട്ട്. അത് ശരി. ആരൊക്കെങ്കിലും പരാതി കൊടുത്തോ ഇക്കാര്യത്തിൽ?
പരാതി കൊടുത്തോ താങ്കൾ? പ്രസാദ് കേൾക്കുന്നുണ്ടോ? പരാതി എന്ന് പറയുന്ന രാഷ്ട്രീയ മുഖാന്തരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെല്ലാം അറിയിപ്പിച്ചിട്ടുണ്ട്. ഇതാരാണ് നടപടി എടുക്കേണ്ടത്? വ്യവസായ വകുപ്പാണ് പൈസ അനുവദിക്കേണ്ടത്. കൊല്ലം ജില്ലാ വ്യവസായ വകുപ്പ് അല്ലേ? അല്ല, നമുക്കുള്ള വ്യവസായ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന്. ഓക്കെ മനസ്സിലായി. കൊല്ലത്ത് എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? എന്തോ? കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊട്ടാരക്കര താലൂക്ക്. കൊട്ടാര താലൂക്കിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ വാർത്താ വിഭാഗം അന്വേഷിക്കും. താങ്കളും പരാതികൾ അയക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 24 കണക്റ്റൊക്കെ ഉണ്ട്, അതുവഴി നമുക്ക് ആഴത്തിൽ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അയച്ചു തരണം. ഓക്കെ, വിളിച്ചതിന് നന്ദി. എം എ മുഹമ്മദിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം വായിക്കാം. അദ്ദേഹം പറഞ്ഞത് ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ അനാസ്ഥ മൂലം രോഗികൾ മരിക്കുകയോ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്താൽ അവർക്കെതിരെയും ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വകുപ്പുണ്ടാക്കണം ഓർഡിനൻസിൽ എന്നാണ് അദ്ദേഹം ഉദ്ദേശം തോന്നുന്നു. മുഹമ്മദ്, ഇപ്പം തന്നെ അതിന് നിയമങ്ങളുണ്ട്, നടപടികൾ എടുക്കാറുണ്ട്, മെഡിക്കൽ ബോർഡൊക്കെ പരിശോധനയ്ക്ക് വരാറില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ഏറ്റവും വലിയ നടക്കുന്ന സംഭവം ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതുപോലെ ഒരുപാട് ആശുപത്രികൾ തല്ലിപ്പൊളിക്കുന്നുണ്ട് ആളുകൾ, ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, കളമശ്ശേരി തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കൈവച്ചു ഒരു രോഗി. അപ്പോൾ പബ്ലിക്കായി ഒരു ഡോക്ടറുടെ കവളത്തടിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന അവഹേളനം അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. ഒരു ജീവൻ രക്ഷകനായി വന്നിട്ട് അവസാനം രോഗികളിൽ നിന്ന് തന്നെ തല്ലു വാങ്ങിക്കേണ്ടി വരുന്ന ഡോക്ടറുടെ അവസ്ഥ തീർച്ചയായിട്ടും ഈ ഓർഡിനൻസ് കാലത്തിന് യോജിച്ചതാണ്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോറിയിലേക്ക്. ജനനി ജന്മരക്ഷ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച്? അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ കൂടിയപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച നല്ലൊരു ക്ഷേമ പദ്ധതിയാണ്. പോഷകമൂല്യമുള്ള ആഹാരത്തിനായി ഒരമ്മയ്ക്ക് പ്രതിമാസം 2000 രൂപ നൽകുമെന്നായിരുന്നു ഇതിലൂടെ പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയിലെ പണത്തിനായി അലയുന്ന ഗർഭിണിയായ അമ്മയുടെ അനുഭവത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് അട്ടപ്പാടി ചുണ്ടക്കുളം ഊരിലെ രഞ്ജിത. 8 മാസം ഗർഭിണിയായ രഞ്ജിത ശിവരാജിന് ആശുപത്രിയിൽ എത്തണമെങ്കിൽ വാഹനത്തിനായി 1000 രൂപ മുടക്കണം. അതല്ലെങ്കിൽ നിറവയറോടെ പുഴ മുറിച്ചു കടന്ന് 100 മീറ്റർ കുത്തനെ കയറ്റം കയറണം. ഇത് കഴിഞ്ഞ് വാഹനത്തിനായുള്ള മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പ്. ജീപ്പിലോ ഓട്ടോറിക്ഷയിലോ ഗൂളിക്കടവിലെത്തി ബസ്സിൽ കയറി വേണം ആശുപത്രിയിലെത്താൻ. ഇതിനെല്ലാം പണം കണ്ടെത്തേണ്ടതോ തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലിയിൽ നിന്നും. ഞാൻ ചുണ്ടകുളം ഊരിലാണ് താമസിക്കുന്നത്. 8 മാസം ഗർഭിണിയായിട്ട് ജനനി ജന്മരക്ഷ പൈസ ഇതുവരെ ആയിട്ടും കിട്ടിയില്ല. എൻ്റെ തൊഴിലുറപ്പ് പൈസയും കൊണ്ടാണ് ഞാൻ ചെക്കപ്പിന് കോർത്തറയിലേക്ക് സ്വന്തം പൈസയും കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിയിലെ ജനനി ജന്മരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട 217 ആദിവാസി ഗർഭിണികളുടെയും 444 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അട്ടപ്പാടിയിൽ ശിശുമരണം കുറഞ്ഞെങ്കിലും മാസം തികയാതെ പ്രസവിക്കുന്ന തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങളാണ് മിക്കവരുടേതും. ഈ കുഞ്ഞുങ്ങളെല്ലാം 6 മാസത്തോളം ആശുപത്രിയിലുമാണ്. ഈ അവസ്ഥയിലാണ് ജനനി ജന്മരക്ഷാ പദ്ധതിയിലെ ആനുകൂല്യം കൂടി നിലച്ചിരിക്കുന്നത്. 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ജോളി വർഗീസിന്റെ യൂട്യൂബിലെ ഒരു ഫലിതം എനിക്കിഷ്ടമായി. ഞാൻ പ്രേക്ഷകരെ കൂടി കേൾപ്പിക്കാം. കർണാടകയിൽ തീരുമാനമായി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. പകൽ സിദ്ധരാമയ്യ, രാത്രി DK ശിവകുമാർ. ദിനേശൻ മണപ്പിലായി ചോദിക്കുന്നു, ഇയാൾ ആരാ, ജഡ്ജിയോ? എന്നെക്കുറിച്ചാണോ എന്തോ. ഞാനിനി ആ BSNL എഞ്ചിനീയേഴ്സിൻ്റെ വെട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലം അടുത്താണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണോ അദ്ദേഹം പ്രകോപനത്തിനായി എഴുതിയെന്ന് എനിക്കല്ല. എന്തായാലും ദിനേശൻ, താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. എനിക്കതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടരുന്നു. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിയമം ലംഘിച്ച് സവാരി നടത്തിയ ബോട്ട് എറണാകുളം കോസ്റ്റൽ പോലീസ് പിടിച്ചു. 146 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 176 പേർ യാത്ര ചെയ്ത മിനാർ എന്ന ബോട്ടാണ് കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇത് കൊച്ചിയിലെ ഒരു സ്ഥിരം കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു താനൂരിലെ ബോട്ട് അപകടത്തിന് ശേഷം താരതമ്യേന പരിശോധനകളെല്ലാം കൂടിയപ്പോൾ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വീണ്ടും ഒരു നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റു ചില ബോട്ടുടമകൾ തന്നെ വിളിച്ചറിയിച്ചതായിരിക്കാം എന്നാണ് ഈ ബോട്ടുടമ അറിയിക്കുന്നത്. എന്തായാലും മിനാർ എന്ന ഈ ബോട്ട് ഇത് വെറും ഒരു ബോട്ടല്ല, ഒരു ക്രൂയിസ് ബോട്ടാണ് ഈ മിനാർ എന്ന ബോട്ട്. സ്വാഭാവികമായി ഇതിലൊരു പരിശോധന നടന്നത് ഈ കായലിനോട് ചേർന്ന് പുറംകടലിലേക്ക് പോകുന്ന
ഭാഗത്തായിരുന്നു. ഇത് പുറംകടലിലെ 15 നോട്ടിക്കൽ മൈൽ വരെ പോയി തിരിച്ചു വരുന്ന ബോട്ടാണ്. പക്ഷേ പുറംകടലിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ കോസ്റ്റൽ പോലീസ് ഇവിടേക്ക് എത്തുകയായിരുന്നു. സ്വാഭാവികമായി നടത്തിയ പരിശോധനയിൽ 146 പേർക്ക് മാത്രമേ ഈ ബോട്ടിൽ സഞ്ചരിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുട്ടികളടക്കം 196 പേർ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ. അതാണ് ഏറ്റവും ഒടുവിലുള്ള ഒരു കണക്ക്. 196 പേർ ഈ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോട്ട് പെട്ടെന്ന് തന്നെ കരക്കെത്തിച്ച് ആളുകളെ ഇറക്കിയത്. എന്തായാലും ഈ ബോട്ടിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നേക്കാമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. ഇവർക്കെതിരെ പിഴയും ചുമത്തുമെന്നും കോസ്റ്റൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. SKN. താങ്ക് യു ശ്രീജിത്ത്. ഇനിയൊരു അന്വേഷണമാണ്. ട്രെയിൻ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ അന്വേഷിക്കുന്നു 24. ഏലത്തൂർ തീവയ്പും ഷൊർണൂറിൽ യുവാവിന് കുത്തേറ്റതും ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സമാനമായ നിരവധി അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു ട്രെയിനിൽ. ആവശ്യത്തിന് CCTVകളോ ജീവനക്കാരോ ഇല്ല. മാത്രമല്ല, സൗമ്യ വധക്കേസിന് ശേഷം നടത്തിയ പ്രഖ്യാപനം പോലും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. വനിതാ കമ്പാർട്ട്മെൻറ്റ് മധ്യഭാഗത്തേക്ക് മാറ്റും എന്നായിരുന്നു 2011 പ്രഖ്യാപനം. പല ട്രെയിനിലും പതിവ് പോലെ വനിതാ കമ്പാർട്ട്മെൻറ്റ് അവസാനത്ത് തന്നെയാണ്. മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും പ്ലാറ്റ്ഫോമിലും കമ്പാർട്ട്മെൻറ്റിലും കയറുന്നവരുടെ എണ്ണം ഓരോ ദിനവും വർദ്ധിക്കുകയാണ്. ഇവരെ നിരീക്ഷിക്കുവാനോ തക്ക സമയത്ത് നടപടി സ്വീകരിക്കുവാനോ അധികൃതർക്ക് കഴിയുന്നില്ല. റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളിൽ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ കയറി പ്രശ്നമുണ്ടാക്കുന്ന സംഭവങ്ങളും ഓരോ ദിവസവും വർദ്ധിക്കുന്നതായും യാത്രക്കാർ പറയുന്നു. ഈ അൺറിസർവ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറേ കയറി വരുന്നുണ്ട് ട്രെയിനിൽ. ഇപ്പോൾ സ്ലീപ്പർ ടിക്കറ്റ് ആയാലും AC വരെ നമ്മൾ റിസർവ് ചെയ്ത് കയറുമ്പം മറ്റുള്ളവർ ടിക്കറ്റ് എടുക്കാതെയും ടിക്കറ്റ് എടുത്തിട്ടും കയറി വരുന്ന കുറേ ഗാർഡുള്ളവർ ഉണ്ടാകുമ്പോൾ TTR ചെക്കിങ്ങിന് ചില ട്രെയിനിലൊക്കെ ഇപ്പോൾ പൊതുവെ കുറവാണ്. മുമ്പുണ്ടായിരുന്നു. ചില ട്രെയിനിൽ ഗാർഡ് കാണാറില്ല. 5 കമ്പാർട്ട്മെൻറ്റിന് ഒരു TT എന്നതാണ് റെയിൽവേ കണക്ക്. എന്നാൽ ദീർഘദൂര ട്രെയിനുകളിൽ പോലും ഇതുണ്ടാകാറില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലും അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളിലും പരിശോധനകൾ നാമമാത്രം. ഇത് സാമൂഹ്യ വിരുദ്ധർക്ക് സഹായകരമാവുകയാണ്. 2011 സൗമ്യവധത്തിന് ശേഷം വനിതകളുടെ കമ്പാർട്ട്മെന്റ് മധ്യഭാഗത്തേക്ക് മാറ്റുമെന്ന നിർദ്ദേശമുണ്ടായെങ്കിലും പല ട്രെയിനുകളിലും അതും നടപ്പായില്ല. ട്രെയിനുകളിൽ CCTV, എല്ലാ സ്റ്റേഷനുകളിലും ക്യാമറ, സുശക്തമായ പോലീസ് നിരീക്ഷണം എന്നിവയും കടലാസിൽ മാത്രം ഒതുങ്ങി. ഷൊർണൂർ, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം സ്റ്റേഷനുകളിൽ മാത്രമാണ് ക്യാമറ പ്രവർത്തിക്കുന്നത്. സ്റ്റേഷനുകളിലും സമീപ റോഡുകളിലും വെളിച്ചത്തിന് സൗകര്യമൊരുക്കണമെന്ന പ്രാഥമികമായ കാര്യം പോലും പലയിടങ്ങളിലും ഇപ്പോഴും നടപ്പായിട്ടില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നിരവധി നിയമങ്ങളാണ് നമുക്ക് ചുറ്റും ഇപ്പോഴും ഉള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മേരി സഹേലി അതിലൊന്നു മാത്രം. എലത്തൂരിൽ ട്രെയിന് തീവെച്ച ഷാരൂഖ് സൈഫിമാരും ഷൊർണൂരിൽ യാത്രക്കാരനെ കുത്തിയ സിയാദുമാരും നമുക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട്. ഇവരിൽ നിന്നും യാത്രക്കാരെ സംരക്ഷിക്കേണ്ടത് റെയിൽവേയുടെ ഔദാര്യമല്ല, യാത്രക്കാരുടെ അവകാശമാണ്. ആശിഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ദീർഘദൂര ട്രെയിനുകൾ പലതും കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട്. പല കോച്ചിലും 2-3 യാത്രക്കാരുമായി ഓടുമ്പോൾ പോലീസോ TTമാരോ പലപ്പോഴും തിരിഞ്ഞു നോക്കാറില്ല. ഇത് നിരവധി തവണ പരാതികളായി വരാറുണ്ട്. പാസഞ്ചർ ട്രെയിനുകളിലെ കോച്ചുകളിൽ രാത്രിയായാൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ നിഴൽ പോലും ഉണ്ടാകാറില്ല എന്ന പരാതിയും ഏറെക്കാലത്തെ പഴക്കമുള്ള കാര്യമാണ്. കേൾക്കാൻ നമുക്ക് യാത്രക്കാർ പറയുന്നത്. ഇത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും ഉണർവ് കാണിക്കാനും മാത്രമേ എല്ലാവരും ശ്രമിക്കുന്നുള്ളൂ. അത് കുറച്ച് നേരത്തെ ഇതൊക്കെ ഉണ്ടാവുമെന്ന് കണക്കാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ ഈ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. മുൻപൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കുറച്ചുകൂടി സേഫായിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിരവധി ആക്രമണങ്ങളും യാത്ര ഒക്കെ കേൾക്കുമ്പോൾ യാത്രക്കാരുടെ ഒരു സുരക്ഷ കാര്യമായിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള എന്തെങ്കിലുമൊക്കെ റെമഡീസ് അധികാരികൾ എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പോലീസ് എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഇല്ല. പോലീസ് എപ്പോഴെങ്കിലും പിന്നെ ഒരു സ്റ്റേഷനിൽ പോലും പോലീസ് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം. പേടിയില്ലാണ്ടൊന്നുമില്ല, പേടിയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ആക്രമണമെല്ലാം വരുന്നതുകൊണ്ട് ട്രെയിനിന് പോകാൻ ഒരു ഇതാണ്. പിന്നെ എപ്പോഴും ട്രെയിൻ യാത്ര നടത്തുന്ന ട്രെയിനുകളിൽ 1-2 പോലീസുകാർ, RPF പോലീസുകാർ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലേ യാത്രക്കാലത്തൊരു സുരക്ഷിത ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ 10-21 കൊല്ലം യാത്ര ചെയ്യുന്നു. ഞങ്ങൾ വളരെ ഹാപ്പി പാസഞ്ചേഴ്സാണ്. ഞങ്ങൾക്കൊരു ബന്ധങ്ങളുണ്ട് അവിടെ. കുറേ കൂടെ നമ്മൾ ജനങ്ങളായതിന് വിജിലൻ്റ് ആയിരിക്കണം. അല്ലാത്തിടത്തോളം കാലം വെറും സിസ്റ്റത്തിന് മാത്രം നോക്കിയിരുന്നുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സദേൺ റെയിൽവേക്ക് ഈ വനിതകൾക്ക് കയറാനുള്ള കമ്പാർട്ട്മെൻറ്റ് നടുവിലാക്കുക എന്നത്. അവരുടെ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഏറ്റവും അവസാനം ഈ കമ്പാർട്ട്മെൻറ്റ് അയക്കുമ്പോൾ. അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സത്വരമായ നടപടികൾ സ്വീകരിക്കാൻ എന്താണ് റെയിൽവേക്ക് കഴിയാതെ പോകുന്നത് എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഇനി കണ്ണൂരിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കണ്ണൂരിലെ ഏറ്റവും തിരക്കുള്ള ജനവാസ മേഖലകളിൽ ഒന്നാണ് തളാപ്പ്. ആ പ്രദേശം വഴി നഗരസഭ പ്രഖ്യാപിച്ച ഔട്ടർ റിംഗ് റോഡ് വലിയ ജനകീയ പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നു. കോർപ്പറേഷൻ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച റോഡാണ് ഇപ്പോൾ വിവാദത്തിന് വഴിമരുന്നായത്. കണ്ണൂർ കോർപ്പറേഷൻ തയ്യാറാക്കിയ കരട് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട ഒരു റോഡ് പദ്ധതി വലിയ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡ് എന്ന അവകാശവാദത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നഗരത്തോട് ചേർന്ന പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയയായ തളാപ്പിലൂടെ കടന്നുപോകുന്ന പാതയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം കനക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ നഗരവികസനത്തിന്റെ ഭാഗമായാണ് റോഡ് നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 16 മീറ്ററും 12 മീറ്ററും വീതിയിലുള്ള റോഡ് നവീകരണ പദ്ധതിയുടെ കരട് പ്ലാൻ തയ്യാറാക്കിയത്. കരട് മാസ്റ്റർ പ്ലാൻ വിജ്ഞാപനവും ഇറക്കി. നഗരത്തോട് ചേർന്ന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തളാപ്പ് വഴിയാണ് നിർദ്ദിഷ്ട പാത ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആസൂത്രണമില്ലായ്മയുടെ ക്ലാസിക് ഉദാഹരണമാണ് പദ്ധതിയെന്നാണ് പ്രദേശവാസികളുടെ വിമർശനം. ഭൂമി ഏറ്റെടുക്കൽ നൂറുകണക്കിന് പ്രദേശവാസികളെ ദുരിതത്തിലേക്ക് തള്ളിവിടുമെന്ന് വിമർശനം. ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ മറ്റനവധി സാധ്യതകളുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. വികസനത്തിനായി മറ്റുള്ള വഴികളുമുണ്ടല്ലോ. പാമ്പൻ മാധവൻ റോഡ്, കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡ്, LICയുടെ സൈഡിലൂടെ പോകുന്ന റോഡ്, അത് വീതിയാക്കിയാൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് AKG ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമല്ലോ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയായതിനാൽ നഷ്ടപരിഹാര സാധ്യത തുലാസിലാണ്. നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും തകർക്കുന്നതാകും പദ്ധതിയെന്നും കുറ്റപ്പെടുത്തൽ. ഫണ്ട് വന്നപ്പോൾ റോഡ് പ്രോജക്ട്സ് ആക്കിയിട്ട് മാറ്റി അതും റെസിഡൻഷ്യൽ ഏരിയയിൽ നിങ്ങൾ കാണുന്ന ഈ 16 മീറ്റർ ഇവിടെ ഈ അമ്പലത്തിൻ്റെ കന്നിമൂല തകർത്ത്, ഒലച്ചേരി തകർത്ത്, താപ തകർത്ത് റെസിഡൻസ് 200ഓളം ആളെ പരോക്ഷമായിട്ടും ഭാഗികമായിട്ടും പാലിച്ച് കരട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് യാതൊരു പഠനവും നടന്നിട്ടില്ല. നാറ്റ്പാക് സർവേയോ പാരിസ്ഥിതികാഘാത പഠനമോ അങ്ങനെ ഒന്നും നടന്നതായിട്ട് നമ്മൾ അറിവില്ല. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഇതിനെ അങ്ങനെ ഒരു കമേഴ്ഷ്യലായിട്ട് ആക്കുമൊന്നും വേണ്ട. ഞങ്ങളിപ്പോൾ റെസിഡൻസിന് വേണ്ടുന്ന റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് വേണ്ട എല്ലാം തന്നെ ഇവിടെയുണ്ട്. റോഡായാലും എല്ലാം നമുക്കിപ്പം വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. റിംഗ് റോഡ് മാതൃകയിലുള്ള പദ്ധതി എന്നത് അവകാശവാദത്തിൽ ഒതുങ്ങുന്നതായും വിമർശനം. I know what is a ring. I was working for Dubai Telecom. Ring means you will have a ring like there will be so many exchanges connecting with that. 1, 2, 3. If there is a failure in one, the next. So that is a ring. Not like this. This is not called as development. This is purely, I don't know what to say that. കണ്ണൂർ കോർപ്പറേഷനു വേണ്ടി ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗം തയ്യാറാക്കിയ കരട് മാസ്റ്റർ പ്ലാനിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമെന്നാണ് കോർപ്പറേഷൻ നിലപാട്. ജനകീയ അഭിപ്രായങ്ങൾ പരിഗണിച്ച് മാത്രമേ പദ്ധതി നടപ്പാക്കൂവെന്നും കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. എല്ലാവരെയും കേൾക്കുമെന്നും ആശങ്ക വേണ്ടെന്നുമാണ് കോർപ്പറേഷൻ ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. എന്നാൽ കാര്യമായ ചർച്ചയില്ലാതെയാണ് ഗസറ്റ് വിജ്ഞാപനം നടന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ജന കൊടക്കാടിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. അതേപോലെ SKN താങ്കളും താങ്കളുടെ ചാനലും BJPക്ക് അനുകൂലമായ നിലപാടാണെന്ന് പൊതുവെ ഒരു ചർച്ചയുണ്ട്. ശരിയാണോ? ഇപ്പോൾ ഒരാൾ ചീത്ത വിളിച്ചുള്ളൂ CPM കാരാന്ന് പറഞ്ഞിട്ട്. അത് താങ്കൾ കണ്ടില്ലേ? അപ്പോൾ മേളിലോട്ട് നോക്കുക. ഓരോ പ്രേക്ഷകർ ഞങ്ങളുടെ തലയിലെടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഞങ്ങളെ ചീത്ത വിളിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുടെയും കണ്ണിൽ കരടായിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഒരു പാർട്ടിയുടെയും കുടയുടെ കീഴിൽ നമ്മൾ കയറിയിട്ടില്ല. അതുതന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ സമീപനം. നിഷ്പക്ഷമായി ജനപക്ഷത്ത് നിന്ന് മുന്നോട്ട് പോവുക. ഒരു പാർട്ടിയുടെയും വാലാകാൻ ഞങ്ങളില്ല. ഇനി ഞാൻ മറ്റേ പദ്ധതിയുടെ കാര്യം പറയാം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരു പദ്ധതിയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല. അത് നിങ്ങൾക്കറിയാൻ സാധ്യമല്ല. എന്നാൽ എല്ലാവരുടെയും അതൃപ്തി ഏറ്റുവാങ്ങിയും ഒരു പദ്ധതി നടപ്പാക്കാൻ പാടില്ല. ഓരോ പദ്ധതി വരും മുമ്പ് ജനങ്ങളെ കേൾക്കുക എന്നത് മര്യാദ മാത്രമല്ല, നിയമപരമായ ഒരു ബാധ്യത കൂടിയാണ്. ജനങ്ങൾ ഈ റിംഗ് റോഡിനെ കുറിച്ച് പ്രതികരിക്കുകയാണ്. ഈ റോഡ് വരുമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും വീട് തന്നെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. പദ്ധതി ഇവിടെ ആവശ്യമില്ല എന്നാണ് മുൻകൂട്ടിയിട്ട് മെമ്പർ പറഞ്ഞത്. ഇതെല്ലാവർക്കും അറിയാമെന്നാണ്, ആർക്കും അറിയില്ല. നമ്മൾ തീർച്ചയായിട്ടും വികസനത്തിന് എതിരെയല്ല. പക്ഷേ എന്ന് വെച്ചാൽ വികസനം എന്ന് പറയുമ്പം നമുക്കും കൂടി അത് ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കണം. അല്ലാണ്ട് നമ്മളെ വീടിൽ നിന്ന് പുറന്തള്ളിയിട്ടും അതേമാതിരി നമ്മളെ വെള്ളക്കെട്ടിലാക്കിയിട്ടും അല്ല ഇവരുടെ വികസനം. മുനിസിപ്പൽ ടൗൺ പ്ലാനർക്ക് അയക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് അംഗീകരിച്ച് വന്നാൽ മാത്രമേ
ഇതിൽ വല്ല മാറ്റവും വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് വന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ നാഗത്തറ പോവും, പിന്നെ ഷോപ്പ് പോവും, എൻ്റെ മാമൻ്റെ വീട് പോകും, പിന്നെ കണ്ണായ നമ്മളെപ്പം കാണുന്ന അമ്പലമുണ്ട് മുന്നിൽ. ഇനി താങ്ങാകാൻ കൈകോർത്ത് 24 കണക്ട്. KLM Maxiva Finvest 24 കണക്ട് സമർപ്പിക്കുന്നത് KLM Maxiva ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. പവേർഡ് ബൈ അലൻ സ്കോട്ട് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്. ഫ്ലവേഴ്സ് ഫാമിലിയും 24 വാർത്താ ചാനലും കൈകോർക്കുന്ന ഒരു ബൃഹത് ശൃംഖലയാണ് 24 കണക്ട്. ആഗോള മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ ശ്രമിക്കുന്നവരെയും അതേപോലെ യുവജനങ്ങളെയും ഒക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ആഗോള പദ്ധതി ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടന്നു. കൊല്ലം ജില്ലയിലായിരുന്നു ഇന്ന് പ്രയാണം. കൊല്ലം ജില്ലയിൽ പ്രവേശിച്ച റോഡ് ഷോയ്ക്ക് കുണ്ടറയിലും കരുതാക്കപ്പള്ളിയിലും ആലപ്പാട്ടും വൻ സ്വീകരണമാണ് ലഭിച്ചതെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പരമ്പരാഗത തൊഴിൽ വ്യവസായത്തിന് പേരുകേട്ട കൊല്ലം ജില്ലയിൽ പരമ്പരാഗത വ്യവസായം മരണക്കെണിയിലോ എന്ന വിഷയത്തിൽ KR ഗോപികൃഷ്ണൻ നയിച്ച ചർച്ച ഭരണിക്കാവിൽ തുടക്കമായി. അരുൺ രാജ് കൂടുതൽ വിവരങ്ങൾ നൽകും. തീർച്ചയായിട്ടും 24 കണക്ട് ഒരത്താണിയായിരിക്കും. പറയൂ അരുൺ രാജ്, ഇപ്പോൾ എവിടെയാണ്? ഭരണിക്കാവിലാണോ നമ്മുടെ ജനകീയ സദസ്സ് നടക്കാൻ പോകുന്നത്? തീർച്ചയായും ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായി മാറിയ 24 കണക്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭരണിക്കാവിലാണ്. ഇപ്പോൾ ഭരണിക്കാവിൽ ജനകീയ സദസ്സിന് തന്നെ തുടക്കമായിരിക്കുകയാണ്. ഈ ജനകീയ സദസ്സ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പരമ്പരാഗത മേഖല മരണക്കെണിയിലോ എന്ന വിഷയമാണ്. കാരണം കൊല്ലം ജില്ലയിൽ മത്സ്യബന്ധന മേഖല, കശുവണ്ടി മേഖല, അതുപോലെ തന്നെ കയർ മേഖല, ഇത് വളരെ ആശ്രയിച്ച് നിൽക്കുന്ന വലിയ വലിയ ജനവിഭാഗമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. ആ കൊല്ലത്ത് പരമ്പരാഗത മേഖലയിൽ നിൽക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് 24 ഇന്ന് ഈ ദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നത്. 24ന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടിയായ KR ഗോപികൃഷ്ണൻ ഈ വിഷയം ഇന്നിവിടെ ചർച്ച ചെയ്യുമ്പോൾ വലിയ ജനപങ്കാളിത്തം തന്നെ ഈ ഘട്ടത്തിലുണ്ട്. കാരണം ജനങ്ങളുടെ കൂടി അഭിപ്രായം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് 24 മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ദിവസം 3-ാം ദിനം വലിയ സ്വീകരണം കൊല്ലത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ന് സംസാരിച്ചവർ ഏറെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു സഹായ ശൃംഖല അത് ഒരു മാധ്യമ മേഖലയിൽ, മാധ്യമ ചരിത്രത്തിൽ ആദ്യമാണ്. അത് 24നെ കഴിയൂ എന്നുള്ളതായിരുന്നു ഇന്ന് പ്രധാനമായും എല്ലാ വേദികളിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും, വേദികൾ വിശിഷ്ട വ്യക്തികളായ എത്തിയവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളിലൊന്ന്. എന്തായാലും ഇന്ന് ഇപ്പോൾ കൊല്ലം ഭരണിക്കാവിലാണ്. ഭരണിക്കാവിലാണ് ഈ പരമ്പരാഗത വിഷയങ്ങളെക്കുറിച്ചുള്ള, പരമ്പരാഗത മേഖല മരണക്കെടിയിലോ എന്ന വിഷയത്തിൽ ആധികരിച്ചുള്ള ചർച്ച ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ ജനങ്ങളുടെ കൂടി പങ്കാളിത്തം, ജനങ്ങളുടെ കൂടി അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു. അരുൺ രാജാണ് നമുക്കൊപ്പം ചേർന്ന് 24 കണക്റ്റിൻ്റെ ജനകീയ സദസ്സ് ഇപ്പോൾ കൊല്ലം ഭരണിക്കാവിൽ നടക്കുകയാണ്. എല്ലാവിധമായ ആശംസകളും അവിടെ നല്ല ജനപങ്കാളിത്തവും ഉണ്ടെന്ന് മനസ്സിലായി. ജനങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പദ്ധതിയായിരിക്കും 24 കണക്ട്. നമ്മളിനി കടന്നു ചെല്ലുന്നത് കൂരായണത്തിലേക്ക്. കൂരായണം. അനഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ അത് വിശാഖ് എന്ന് പറഞ്ഞ ആൺകുട്ടിയായി. എന്തുപറ്റി? കൺഫ്യൂഷൻ ആയി പോയോ? തിരുവനന്തപുരം കാട്ടാക്കട കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചു ജയിച്ച പെൺകുട്ടിക്ക് പകരം സംഘടനാ നേതാവിന്റെ പേര് ചേർത്ത് SFIയുടെ നേതൃത്വത്തിൽ ആൾമാറാട്ടം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് SFI, ജയിച്ചത് SFI, ആൾമാറാട്ടം നടത്തിയത് SFI. ഉഫ്, ഏത് ജാതി, എല്ലാത്തിനും ഒരേ ഒരു SFI. ക്രിമിനൽ ആക്റ്റാണത്, ക്രിമിനൽ ആക്ട്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കൗൺസിലറെ മാറ്റി SFI ഏരിയ സെക്രട്ടറിയുടെ പേര് എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പിള്ളേരോടെ പോയി. ഈ ആൾമാറാട്ടം നടത്തിയ വിശാഖ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിരുന്നില്ല. എന്തേ? തോറ്റു എന്ന് പേടിച്ചിട്ടാണോ? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ എന്താ, സർവകലാശാല എത്തിക്കാനുള്ള പിടിപാടൊക്കെ നമ്മുടെ SFIയിലുണ്ടല്ലോ. നിങ്ങൾ ഇത് കൃത്യമായിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള SFIയുടെ ശ്രമമാണ്. കാലാകാലങ്ങളായിട്ട് SFI ഇത് നടത്തി പോന്നിരുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. പിൻവാതിൽ നിയമനങ്ങൾ പോലെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്നേ ഇതൊന്നും അത്ര വലിയ കാര്യമാക്കാനില്ല. അനഘ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി വരുന്നത് SFIയുടെ അല്ലെങ്കിൽ CPM അനുഭാവത്വമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനി. ആ വിദ്യാർത്ഥിനിയെ രാജിവയ്പ്പിച്ച് പകരം
ഇവിടെ നിന്നുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി വിശാഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഇവിടെ നിന്നും UUC ആയിട്ട് എഴുതി നൽകി ക്രമക്കേട്, അത് കൃത്യമായിട്ടുള്ള ആൾമാറാട്ടം നടത്തിയിരിക്കുക കോളേജിൻ്റെ ഭാഗത്ത്. നിങ്ങളൊക്കെ എന്തുട്ടാണ് ഈ പറയണത്? അനഘ എന്ന് പറഞ്ഞ ആരാ? ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു പെൺകുട്ടി. പക്ഷെ വിശാഖ് എന്ന് പറഞ്ഞാലോ SFIയുടെ കാട്ടാക്കട ഏരിയ സെക്രട്ടറി അല്ലേ? അപ്പൊ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാ? അല്ല പിന്നെ അറിവോടുകൂടെ അല്ല അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളത്. ഒച്ചോടാ, ഒന്നും അറിഞ്ഞിരുന്നില്ലേ? വെറുതെ തെറ്റിദ്ധരിച്ച്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് SFI അറിഞ്ഞിരുന്നല്ലോ അല്ലേ? ഞാൻ അതും അറിഞ്ഞില്ലെന്ന് പറയോ? SFIക്ക് ഇതിനകത്ത് ഒരറിവുമില്ല, SFIക്ക് ഇതിനകത്ത് പങ്കുമില്ല. എന്തായാലും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ടത്തിലെ ഏരിയ സെക്രട്ടറി വിശാഖിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നടപടി എടുത്തല്ലോ. ഇനി ആരും ഒന്നും മിണ്ടരുത്, പ്രശ്നം തീർന്നു. ഇനി എല്ലാരും പിരിഞ്ഞു പോയിക്കോട്ടെ. അങ്ങനെയുള്ള വെല്ലുവിളിക്കൊന്നും മുട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കാരണം ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾക്കെതിരായി എല്ലാ ഘട്ടത്തിലും പ്രതികരിച്ചിട്ടുണ്ട്. വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ടട്ടാ. സാമൂഹ്യ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ എന്നും ശബ്ദമുയർത്തിയിട്ടുള്ളവരാണ് ഇടതുപക്ഷത്തുള്ളവര്. മാസ് കാണിക്കാനേ അവരെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. എല്ലാരും പേടിച്ചു നിൽക്കണം, അല്ലേലേ ഇതുപോലെ രാജിവെപ്പിച്ച് ചവിട്ടി താഴ്ത്തി കളയും. പറഞ്ഞേക്കാം. ഏത് നടപടിക്രമം അനുസരിച്ചിട്ടാണ് പ്രിൻസിപ്പൽ ഇത് ചെയ്തത്? ആര് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പ്രിൻസിപ്പൽ ചെയ്തത്? SFI നേതൃത്വം കുറെ ക്രിമിനലുകളുടെ കയ്യിലാണ്, എന്തും ചെയ്യും. SFIക്ക് പിന്നെ ഇതൊന്നും പുത്തരിയല്ലോ. PSC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ പോലും SFI നേതാക്കൾ സിമ്പിളായിട്ട് കയറും. പിന്നെയാണ് ഇത് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ കുട്ടി നേതാക്കൾ കയറിയത് നമ്മളാരും മറന്നിട്ടില്ലേട്ടാ. പ്രതികരണത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് എന്ന പരിപാടിയിൽ.